ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ന്യൂയോർക്കുകാർക്ക് വലിയ ധാരണയൊന്നുമില്ല. താനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് എന്ന് മംദാനി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇയാൾ കമ്മ്യൂണിസ്റ്റാണ് എന്ന് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആരാണ് അദ്ദേഹം എന്ന് അതിനെക്കുറിച്ച് അതുകൊണ്ട് പല സംശയങ്ങളുമുണ്ട്. മംദാനിയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെയാണ് കോട്ട് ചെയ്തത്, കാൾ മാർക്സിനെയല്ല. എന്നിരുന്നാലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് എന്ന് ട്രംപ് പറയുന്നു. അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്, അത് ശരിയാണ് എന്നിപ്പോൾ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ എം വി ഗോവിന്ദൻ സഖാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് യഥാർത്ഥത്തിൽ മംദാനിയുടെ രാഷ്ട്രീയ ഗുരു എന്ന്. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മേയർ എന്ന പദവിയിൽ വന്ന സമയത്ത് ആവേശം കൊണ്ട് തുള്ളിച്ചാടിയ ആളായിരുന്നു ആര്? ന്യൂയോർക്ക് മേയറായി പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ മംദാനി. അന്ന് അദ്ദേഹം പറഞ്ഞു, വമ്പിച്ച ഒരു മഹാസംഭവമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മേയറായിട്ട് വന്നിരിക്കുന്ന ഈ യുവ വിപ്ലവകാരി ലോകത്തിന് തന്നെ പ്രതീക്ഷയാണ് എന്ന് അന്ന് മംദാനി പറഞ്ഞു എന്നാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദൻ സഖാവ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഗോവിന്ദൻ സഖാവ് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് മംദാനി നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ ശിഷ്യനാണ്, രാഷ്ട്രീയ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്. കാരണം തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ ചെന്താരകയാണ്, വിപ്ലവത്തിൻ്റെ രക്തനക്ഷത്രമാണ്. അങ്ങനെയുള്ള മേയറാണ് മംദാനിക്ക് മാതൃകയായിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം, ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള മാതൃക അമേരിക്കയിൽ എങ്ങനെയാണ് അദ്ദേഹം നടപ്പിലാക്കുക എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കുറിച്ച് പറയുന്നത് അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു സംവിധാനത്തെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം മേയർ തിരുവനന്തപുരം നഗരത്തിൽ KSRTC ബസ്സിന് തടഞ്ഞു നിർത്തിയിട്ട് ഡ്രൈവറെ കേൾപ്പിച്ച ആ സംഗീതാത്മകമായിട്ടുള്ള ഒരു സംഭാഷണ ശൈലിയുണ്ടല്ലോ, ആ ശൈലി തീർച്ചയായും ന്യൂയോർക്കിൽ മംദാനി പ്രയോജനപ്പെടുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കാൻ തിരുവനന്തപുരം നഗരത്തെ വാസികൾക്ക് മാത്രമല്ല ന്യൂയോർക്കിലെ ജനങ്ങൾക്കും ഒരവസരം കിട്ടും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു വലിയ തമാശയായിട്ട് നമുക്ക് തോന്നുന്നത്, ന്യൂയോർക്ക് മേയറുടെ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള വിദ്യാഭ്യാസ കുറവ് അത് നികത്താനായിട്ട് ഒരുപക്ഷെ അധികം വൈകാതെ എം വി ഗോവിന്ദൻ തിരുവനന്തപുരം വിട്ടിട്ട് ന്യൂയോർക്കിലേക്ക് താമസം മാറ്റാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ന്യൂയോർക്ക് നിവാസികളെ രാഷ്ട്രീയം പഠിപ്പിക്കാനായിട്ട് അവിടെ പോയിരുന്നു. ടൈം സ്ക്വയറിൽ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടി നടത്തിയിരുന്നു. അവിടെ ഇരുമ്പ് കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം അമേരിക്കൻ സാമ്രാജ്യത്തെ അതിശക്തമായി വെല്ലുവിളിച്ചത്. വാൾ സ്ട്രീറ്റിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കേരളം ഒരു വ്യത്യസ്തമായ മാതൃകയാണ്, ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള അമേരിക്കൻ മുതലാളിമാരെ അദ്ദേഹം ഞെട്ടി വിറപ്പിച്ചു ആ ഇരുമ്പ് കസേരയിൽ ഇരുന്നുകൊണ്ട്. ഇനി ആ മാതൃക പിന്തുടർന്നുകൊണ്ട് എം വി ഗോവിന്ദനും ന്യൂയോർക്കിലേക്ക് പോകും. മംദാനി എന്ന് പറയുന്ന സഖാവിനെ രാഷ്ട്രീയ വിദ്യാഭ്യാസം പഠിപ്പിക്കും. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മാതൃകകൾ വളരെ കൃത്യമായിട്ട് അവിടെ പരീക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് മാത്രമേ അദ്ദേഹം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരികയുള്ളൂ. അതായത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ മാർക്സും ഏംഗൽസും ലെനിനും ഒക്കെ ചെയ്തിരുന്ന സേവനങ്ങൾ ഇനി ലോകത്തിന് സമർപ്പിക്കാൻ ആകെ ഈ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം മാത്രമേ ബാക്കിയുള്ളൂ. ബംഗാളിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെ കാണാൻ കിട്ടുന്നില്ല, ത്രിപുരയിൽ കാണാൻ കിട്ടുന്നില്ല. മുമ്പ് കാലത്ത് നേരത്തെ വലിയ വിപ്ലവകാരികളുണ്ടായിരുന്നു, തെലങ്കാനയിൽ ഒട്ടുമില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ള ചുവന്ന പതാക പിടിച്ച കുറച്ച് ആളുകളും സഖാവ് ഗോവിന്ദൻ മാഷും ശിഷ്യന്മാരും മാത്രമാണുള്ളത്. അതിൽ മേയർ എന്ന നിലയിൽ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന ആര്യ രാജേന്ദ്രനെ കൂടി കൂട്ടിക്കൊണ്ട് എം വി ഗോവിന്ദൻ സഖാവ് ന്യൂയോർക്കിൽ പോയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടി ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു പുതിയ തരത്തിലുള്ള നയപരിപാടികൾ ആവിഷ്കരിക്കുന്ന സമയത്ത്, വളരെ വിപ്ലവകരമായിട്ടുള്ള ഭരണം ആരംഭിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുക, ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം സംശയങ്ങൾ സ്വാഭാവികമാണ്. കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത് 70 കൊല്ലക്കാലത്തെ ഭരണത്തിന് ശേഷം അവസാനം ജനങ്ങൾക്ക് മനസ്സിലായി ഈ ഭരണം കൊണ്ട് തങ്ങൾക്ക് വലിയ ഗുണമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് മാത്രമാണ് ഗുണം. അതുകൊണ്ട് ജനങ്ങൾ പതുക്കെ കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചോ പലരും നാട് വിട്ട് പശ്ചിമ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകാൻ തുടങ്ങി. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്.
അപ്പോൾ ന്യൂയോർക്കിൽ ഈ വിപ്ലവകരമായിട്ടുള്ള പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഭാവി ഫലശ്രുതി എന്തായിരിക്കും? ട്രംപ് പോലെയുള്ള പിന്തിരിപ്പന്മാർ നടത്തുന്ന കടന്നാക്രമണങ്ങളെ എങ്ങനെ നേരിടാൻ കഴിയും തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ MV ഗോവിന്ദൻ മാഷ് ഉപദേശം കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ ഭാവി ഫലശ്രുതി സംബന്ധിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാനായി അദ്ദേഹം തീർച്ചയായും നമ്മുടെ പയ്യന്നൂരിലുള്ള സഖാവ് പണിക്കരെ പോയി കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. അദ്ദേഹം രാശി വെച്ച് നോക്കിയാൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രശ്നവും ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും മംദാനിയുടെ രാഷ്ട്രീയ നില ശുക്രദശയിൽ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അമേരിക്കയിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്, 50% വോട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ആര്യ രാജേന്ദ്രനെ പോലുള്ള അതിപ്രഗത്ഭയായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശിഷ്യത്വം അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹത്തെ ഉപദേശിക്കാനായി ഗോവിന്ദൻ മാഷുണ്ട്. അപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ യഥാർത്ഥത്തിലുള്ള കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്താപരമായ സൈദ്ധാന്തികമായ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അതിൻ്റെ ധാരണകൾ, മാർസിനെ പോലും കവച്ചു വയ്ക്കുന്ന ഉൾക്കാഴ്ചകൾ യഥാർത്ഥത്തിൽ ന്യൂയോർക്കിലാണ് ഇനി ജനങ്ങൾക്ക് നേട്ടം കൊയ്യാൻ സാധ്യമാക്കുക. കേരളം തീർച്ചയായും കേരളത്തിലെ ദാരിദ്ര്യം തുടച്ചു നീക്കി, ദരിദ്രരെയും ഒരുപക്ഷെ നമ്മൾ അധികം വൈകാതെ തുടച്ചു നീക്കും. തീർച്ചയായും ഇനി ന്യൂയോർക്കിൽ ആയിരിക്കും MV ഗോവിന്ദൻ്റെ കൊട്ടിക്കലാശം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാത്തിരിക്കുക.